ഹലോ കൂട്ടുകാരെ, നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്കൊരു ഊഹം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഈ പൊതിച്ചോറിൽ ചമ്മന്തിയും. ചില പൊതിച്ചോറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പൊതി കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ കവറിലോ ഒക്കെ ആയിട്ട് പൊതിഞ്ഞ് കറികൾ സെപ്പറേറ്റ് പൊതിഞ്ഞ് വെക്കുന്നത്. പക്ഷേ എനിക്കത് ആ പൊതിച്ചോറല്ല കേട്ടോ ഇഷ്ടം. എനിക്കിഷ്ടം വാഴയില വാട്ടി ചോറിട്ട് അതിൻ്റെ മുകളിലൊരു ഉണ്ട ചമ്മന്തി, ഒരു മെഴുക്ക് പുരട്ടി, ഒരു മുട്ട പൊരിച്ചത്, അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കുന്ന പൊതിച്ചോറാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു പൊതിച്ചോറാണ് എടുക്കുന്നത്. ഞാൻ എപ്പോൾ പൊതിച്ചോറ് എടുത്താലും അങ്ങനെ എടുക്കത്തുള്ളൂ. അത് എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ രാവിലെ ഇതാ ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകട്ടോ. പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ എന്നത്തേനെ കെട്ടി ഞാൻ നേരത്തെ എണീറ്റ് കേട്ടോ. നേരം വെളുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പോകേണ്ടുന്നതുകൊണ്ട് അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് എവിടെയിട്ടും അല്ല കേട്ടോ, വലിയ ഇതൊന്നും ഇല്ല. കാരണം അതിനായിട്ട് തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ല. അതായത് ഞാൻ PSCയുടെ ഒരു എക്സാം ഉണ്ട് ഇന്ന് കേട്ടോ. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോറ് പൊതിയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വെച്ചാൽ എക്സാം. പക്ഷേ നീലൂട്ടനെ ചേട്ടായിയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് എന്നെ എക്സാം നടക്കുന്ന സ്കൂളിലും കൊണ്ടുവിട്ടിട്ട് വേണം ചേട്ടായിക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്നെ എക്സാം ടൈമിൽ കൊണ്ടുപോകാനായിട്ട് ചേട്ടായി അവിടെ കാണത്തില്ല. തിരിച്ച് വരുന്നത് നമുക്ക് ബസ് പിടിച്ച് നേരെ അമ്മയുടെ അടുത്തോട്ട് അങ്ങ് പോയാൽ മതി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോകുന്നത് കേട്ടോ. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. അപ്പോൾ രാവിലത്തെ കാപ്പിയും ഉച്ചക്കലത്തേന് എനിക്ക് ചോറും കൂടെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ചമ്മന്തി അരയ്ക്കും കേട്ടോ. ചമ്മന്തി ഇപ്പം അരയ്ക്കുന്നില്ല, കാരണം അവർ രണ്ടുപേരും ഇപ്പം എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് ഇനി ഉറക്കം കളയണ്ട, ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ അരയ്ക്കാം. എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് 2 കറക്ക് കറക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ചമ്മന്തിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന് വെച്ചു. എനിക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, കോവയ്ക്കല്ലല്ലോ, നമ്മുടെ ചീവക്കിഴങ്ങ് ഉണ്ടല്ലോ, ചീവക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് വെണ്ടയ്ക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഇന്നത്തേക്ക്. അപ്പോൾ ഞാനിന്ന് പൊതിച്ചോറിൽ കൊണ്ടുപോകുന്നത് ചമ്മന്തി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്, നമ്മുടെ മാങ്ങ അച്ചാർ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് എക്സാം വന്നിട്ട് കരമന നെടുങ്കാട് UPS സ്കൂളിൽ വെച്ചിട്ടാട്ടോ, ഗവൺമെൻറ് UPS നെടുങ്കാട്, അവിടെ വെച്ചിട്ടാണ് എനിക്ക് എക്സാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെല്ലുമ്പോഴത്തേന് നമ്മൾ ഒരു 10-10:30 ആകുമ്പോഴത്തേന് ചെല്ലുമ്പം അവിടെ ആരും കാണത്തില്ലല്ലോ, അവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കണമെന്ന് വിചാരിച്ചൊക്കെയാണ് പോയത്, ശോകം അടിച്ചൊക്കെയാണ് പോയത്. 1:30 എക്സാം. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്നെപ്പോലുള്ള ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് ജോലിക്ക് പോകണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ചേട്ടായി എന്നെ ഉച്ചയ്ക്ക് കറക്റ്റ് ടൈമിൽ കൊണ്ടുവിട്ടേനെ, തിരിച്ച് വിളിക്കാനും വന്നേനെ. ബട്ട് അത് നടന്നില്ല, ജോലിക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചോറൊക്കെ പൊതിയൊക്കെ കെട്ടി, പൊതിച്ചോറ് കെട്ടാൻ ഇതുപോലത്തെ നമുക്ക് അപൂർവമായ നിമിഷങ്ങളെ കിട്ടത്തുള്ളൂ. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ പൊതിച്ചോറൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. പക്ഷേ അത് അങ്ങോട്ട് എന്താ പറയുക, തോന്നത്തില്ല. കഴിക്കാനായിട്ട് കൊതി തോന്നും, പക്ഷേ അത് ചെയ്യാനായിട്ടൊരു ഇത് തോന്നത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ നമ്മുടെ ചോറ് വെന്തു. ചോറ് ഊറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ ആ ഒരു അരിപ്പയിലാണ് ചോറ് ഊറ്റുന്നത്. 1 ഗ്ലാസ് അരി ഇല്ലെങ്കിൽ 2 ഗ്ലാസ് അരി, അത്രയും ഞാൻ നമ്മുടെ ഇവിടെ ചോറ് വയ്ക്കത്തുള്ളൂ. നമുക്ക് 3 പേർക്കുമായിട്ട് അത്രയും മതി. ഇന്ന് അത്രയും പോലും ഇട്ടില്ല, കാരണം എനിക്ക് മാത്രം മതി ചോറ് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത്രയും ചോറ് പോലും എനിക്ക് വേണ്ട. അപ്പം ബാക്കി അവിടെ വെച്ചിട്ട് പോകാം, നമുക്ക് വൈകിട്ട് വരുമ്പോൾ കഴിക്കുകയോ ഇല്ലെങ്കിൽ നാളത്തേന് എടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു. മുട്ടയൊക്കെ പൊരിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊതി കെട്ടിയാൽ മാത്രം മതിയല്ലോ. നേരത്തെ എൻ്റെ പ്ലാനിങ് അങ്ങനെയായിരുന്നു, നേരത്തെ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് സമാധാനത്തെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടക്കത്തില്ല കേട്ടോ. എത്ര നേരത്തെ എല്ലാ കാര്യങ്ങളും ഒതുക്കി പറക്കി വെച്ചാലും ഞാൻ ധൃതി പിടിച്ച് ഓടേണ്ട അവസ്ഥയാണ് അവസാനം വരുന്നത്. അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാമിന് ഞാൻ ഒരു വകയും പഠിച്ചിട്ടില്ല കേട്ടോ, സത്യം ഒരു വകയും പഠിച്ചിട്ടില്ല. അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയുമൊന്നുമല്ല, പഠിച്ചില്ല.
അതാണ് സത്യം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. പോയി എക്സാം എഴുതാൻ. എന്തായാലും എക്സാമിൻ്റെ തീയതിയും ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നതല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വെച്ചാൽ എക്സാം. അപ്പം നീലൂട്ടനെ അമ്മയുടെ അടുത്തോട്ട് കൊണ്ടാക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് എന്തായാലും പോയി എഴുതി. എക്സാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈസി അല്ലായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുമായിരുന്നെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഈ എക്സാമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്ന കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നിയത് എളുപ്പം ഉള്ള എക്സാം ആയിരുന്നു കേട്ടോ. വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം ആയിരുന്നു, ട്രെയിനിയുടെ എക്സാം ആയിരുന്നു നടന്നത്. അപ്പോൾ ചേട്ടായി എന്നെ പലപ്പോഴും ഈ എക്സാമിൻ്റെ ഡേറ്റ് വന്നപ്പോഴും എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴും എല്ലാം എന്നെ അങ്ങ് കളിയാക്കുമായിരുന്നു. പിന്നെ യൂണിഫോം തയ്പ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടും അങ്ങനെ. നമ്മുടെ കൂട്ടത്തിൽ ഞാനും ചേട്ടായിയുടെ അനിയത്തിയുണ്ട്, ശ്രീദേവി ചേച്ചി. ആ ചേച്ചിയും ഞങ്ങൾ രണ്ടുപേരുമായി ഈ എക്സാം എഴുതാൻ പോയത് കേട്ടോ. അപ്പോൾ ചേച്ചീനെയും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. തൊപ്പി വയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞും യൂണിഫോം തയ്പ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞും അങ്ങനെയൊക്കെ ഒത്തിരി കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ ചായ ഇടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഉള്ളിക്കറി വെക്കുമായിരുന്നു. ഇന്നലത്തെ ഉള്ളിക്കറി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെക്കാം എന്ന് വിചാരിച്ചു. തികയത്തില്ല ഇന്നലത്തത്. അപ്പം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും കറികളും എല്ലാം ആയിക്കഴിഞ്ഞപ്പം ഞാൻ ചായ ഇട്ട് കുടിക്കും കേട്ടോ. ഇനിയെല്ലാം പതുക്കെ മതി. ഇനി പുട്ടും കൂടി ആക്കിയെടുത്താൽ മതി. നമ്മൾ രാവിലെ കാപ്പിക്കായിട്ട് എടുക്കുന്നത് പുട്ടാട്ടോ. പുട്ടും പപ്പടവും കൂടി കാച്ചണം. അപ്പോൾ പുട്ട് വെച്ചിട്ടുണ്ട്, ഒരു കുറ്റി പുട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് വേവട്ടെ. എൻ്റെ ചായ അവിടെ നിന്ന് ചൂട് പോയി. അപ്പോൾ ഞാൻ ചായയും കൂടി ഇങ്ങനെ ഊതി കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോസ് കാണുന്ന ഓൾമോസ്റ്റ് ഒരു 100 പേരിനകത്ത് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കണേ. ആകെപ്പാടെ 1-2 പേരായിരിക്കും എൻ്റെ വീഡിയോസിന് കമൻസ് ഇടാറുള്ളൂ. അപ്പം കാണുന്നവരെല്ലാവരും അതിപ്പം എന്താ പറയുക, എന്തെങ്കിലും സജഷൻ ആണെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിലും എന്തോ ആണെങ്കിലും പറയാം കേട്ടോ. കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ പണികളെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ തലേന്ന് കഴുകി വെച്ചിരുന്നത് ഞാൻ കഴുകിയത് എടുത്ത് അതാത് സ്ഥാനത്തോട്ട് വെച്ചു. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡിയായി കേട്ടോ. പപ്പടമൊക്കെ കാച്ചി. പുട്ടും ഉള്ളിക്കറിയും പപ്പടമായിരുന്നു രാവിലെ എടുക്കാനായിട്ട്. ഇന്നലെ ഞാൻ തീരുമാനിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ജോലി കംപ്ലീറ്റ് തീരും. അപ്പോൾ പാത്രം കഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സ്പീഡിനാക്കി കേട്ടോ. വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അവിടെ എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. രാവിലത്തെ എല്ലാം കഴിഞ്ഞു. ഉച്ചക്കലത്തേനും ആയി, രാവിലത്തെ കാപ്പിയായി, എല്ലാം ആയി. അപ്പോൾ ഈ പോകുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. പിച്ചാത്തിയും കൊണ്ടൊക്കെ പോകുമ്പം നമ്മുടെ വാഴയില വെട്ടാൻ പോവാം കേട്ടോ. അപ്പോൾ വാഴയിലയ്ക്ക് വലിയ ക്ഷാമമൊന്നുമില്ല. ഇവിടുത്തെ ഓണർ മാമനും അമ്മയും കൂടെ എന്തായാലും ഇഷ്ടം പോലെ വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വാഴയിലയൊക്കെ വെട്ടിയെടുക്കാം. നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒരു വാഴയില വെട്ടിയാലായി. അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്ത് അവിടെ എല്ലാം കുളമായിട്ട്, ഇന്നലെ രാത്രി നല്ലൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം കുളമായിട്ട് കിടക്കും. അപ്പോൾ നല്ലൊരു വാഴയില എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭാഗ്യവശാൽ. ബാക്കിയെല്ലാം കീറിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ മുകളിലായിരുന്നു, എനിക്ക് കൈ എത്തുന്നിടത്തല്ലായിരുന്നു. ഇതെത്തുമായിരുന്നു. അങ്ങനെ അത് വെട്ടിയെടുത്തു. അങ്ങനെ വാഴയില ഇനി വാട്ടി നമുക്ക് വേഗം ചോറ് പൊതിയാം. വാഴയില വാട്ടുന്നതിന് ഞാൻ ഇത്തിരി സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വാടി കിട്ടാം. ഇല്ലെങ്കിൽ ഉള്ള എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, ഞാൻ പറയുകയാണ്. എന്താണ്? അതാണ്, ഞാൻ നല്ല രീതിയിൽ വാഴയില വാട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ മടക്കുന്ന സമയത്ത് വാഴയില കീറിപ്പോയിട്ടുള്ള ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വാഴയില വാട്ടിയെടുക്കും കേട്ടോ.
അപ്പോൾ ഇന്ന് പോവാനായിട്ട് ഇനി എനിക്ക് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു അസ്വസ്ഥത ഉള്ളത് കൊണ്ട് ഞാൻ തല നനയ്ക്കുന്നില്ല കേട്ടോ. ഇന്ന് കുളിക്കുമ്പം മേലേക്കൊന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീടാണ് എനിക്ക് എക്സാമിൻ്റെ തലേന്നാണ് ബോധോദയം നേരത്തെ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു ഗൈസ്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സമയം ഒരു രാത്രി മാത്രമേ എൻ്റെ മുമ്പിലുള്ളായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവോ പഠിക്കാൻ പോവോ? അഹങ്കാരം, വേറെ ഒന്നുമല്ല, അഹങ്കാരം, അതേ ഉള്ളൂ. അപ്പോൾ ദാ ചോറ് വിളമ്പി ഇനി എന്താണ് വെക്കാൻ പോകുന്നത്? ചമ്മന്തി അരച്ച് കേട്ടോ. ചേട്ടായിയും അവനും നീലൂട്ടനും എണീറ്റിട്ടുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കട്ടനൊക്കെ കുടിക്കുന്നു. നീലൂട്ടൻ ചായ കുടിക്കുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചമ്മന്തി അരച്ചു. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി വെക്കണം, അച്ചാർ വെക്കണം, മുട്ട പൊരിച്ചത് വെക്കണം, എല്ലാം വെക്കണം. അപ്പോൾ അങ്ങനെ എക്സാമിന് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചില്ല കേട്ടോ. എനിക്ക് ഉച്ചയായപ്പോഴത്തേന് വിശപ്പ് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എക്സാം കഴിഞ്ഞ് നമുക്ക് 3:30-ക്ക് ഇറങ്ങുമല്ലോ, അപ്പം അന്നേരം ഇറങ്ങുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കഴിച്ചത്. കറക്റ്റ് ഞാൻ ഈ ചോറ് കഴിക്കുന്നത് 3:30-ക്ക് കേട്ടോ. അപ്പോഴത്തേനും ആ വാഴയിലയിൽ പൊതിഞ്ഞിരുന്നതിൻ്റെ ആ ഒരു സ്മെല്ലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എക്സാം എഴുതാനല്ല പോയത്, ചോറ് പൊതിച്ചോറ് കഴിക്കാനായിട്ട് പോയ വീഡിയോ ആയിട്ടേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് കയറുന്നതായിട്ടോ അല്ലെങ്കിൽ എക്സാം എഴുതുന്നതായിട്ടോ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. സ്കൂളിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് ആ സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി കുറച്ച് നേരം ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചോറ് അവിടെ ഇരുന്ന് പൊതി തുറന്ന് ഇരുന്ന് കഴിക്കുന്നു. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഞാൻ സ്കൂളിൽ പോയി എന്നായിരിക്കും വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എക്സാം എഴുതുന്നതായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ബാഗും എല്ലാ കാര്യങ്ങളും ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിലാകപ്പാടെ ഒരു പേനയും ഹോൾ ടിക്കറ്റും ഒരു ID പ്രൂഫും അത് മാത്രമേ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. വാച്ച് പോലും നമുക്ക് കെട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതാ വെള്ളമൊക്കെ റെഡിയാക്കി കേട്ടോ. ഞാൻ ഈ ഒരു കുപ്പിയിൽ വെള്ളം, പിന്നെ ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ചേട്ടായിക്കും എനിക്കുമായിട്ട് 2 ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചേട്ടായി ഉണർന്നപ്പോൾ കട്ടൻ ചോദിച്ചു കേട്ടോ. കട്ടനൊക്കെ ഇനി കട്ടനും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോകാം കേട്ടോ. നീലൂട്ടൻ വന്നത് കണ്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി എന്തായാലും ഞാൻ പോയിട്ട് ജനലൊക്കെ അടയ്ക്കണം കേട്ടോ. ജനലടച്ചില്ലെങ്കിൽ പണി പാളും, പൂച്ച ചാടി കയറും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നാലും പറയാൻ പറ്റത്തില്ല പൂച്ച ഇതുവഴി ചാടി കയറുമെന്ന്. അപ്പോൾ കുളിച്ച് റെഡിയായി, നമ്മൾ പോകാനായിട്ട് റെഡിയായി കേട്ടോ. എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. കുറേ നാളിന് ശേഷമാണ് ഞാൻ ഈ ടോപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായി റെഡിയായി കേട്ടോ. നമ്മൾ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ എൻ്റെ ചോറൊക്കെ എടുത്തു. സഞ്ചി ബാഗിൽ എൻ്റെ സാധനങ്ങളും പച്ച ബാഗിൽ നീലൂട്ടൻ്റെ സാധനങ്ങളും. ഞാൻ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ഹോളിലോട്ട് കയറാനായിട്ട് അനുവാദം ഇല്ല ഇപ്പം. അപ്പോൾ ഒരു സാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോഴേ ഹോളിലോട്ട് കയറരുത്, പുറത്തിരിക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു ബെഞ്ച് ഉള്ളതുകൊണ്ട് അവിടെ കുത്തിയിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ആ ഒരു പേടിയാലാണ് ഞാൻ പോയത്. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ കാര്യം ഇതാ കേട്ടോ. ഈ ഇരിക്കുന്ന ഹോളുണ്ടോ, അവിടെ ഇരുന്നാണ് ഞാൻ എക്സാം എഴുതിയത്. അവിടെ തന്നെ ഇരുന്ന് ആ ഹോളിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ടൊരു ഓട്ടോ വിളിച്ച് വേണമെങ്കിൽ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. പക്ഷേ എൻ്റെ ഉള്ളിലെ പിശുക്കി പുറത്ത് വന്നു. ഞാൻ പറഞ്ഞു ആർക്കും ഞാൻ പൈസ കൊടുക്കത്തില്ല, ഞാൻ നടന്ന് തന്നെ പോവും ബസ് സ്റ്റോപ്പ് വരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുക കേട്ടോ. സ്പീഡിന് നടക്കുക. പക്ഷേ നടന്നു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓട്ടോ വിളിച്ചാൽ മതിയായിരുന്നു. എന്നാലും വേണ്ട, 30 രൂപ കയ്യിലിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നടന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നടന്നു വന്ന വീഥികൾ. പക്ഷേ ഒരാളിന് നടക്കാനായിട്ടുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല കേട്ടോ. വണ്ടി പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡ് ഒതുങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോവും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ പയ്യെ മന്ദം നടന്ന് പോകട്ടെ. ഇഷ്ടംപോലെ വണ്ടികൾ ഇതാ കണ്ടില്ലേ പോകുന്നുണ്ട്. നമുക്ക്
എന്താ പറയുക, ശ്രദ്ധ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. വണ്ടികളിങ്ങനെ തുരുതുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പൊയ്ക്കോണ്ടിരിക്കുക. അപ്പോൾ കുറേ അധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ബൈക്കിൽ പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല നമ്മൾ. ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൽ കയറി ഇരിക്കുക, അങ്ങ് പോവുക, അത് മാത്രമേ ഉള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നടന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നി കേട്ടോ. എന്തോ ഒരു മാറ്റം. ഇതാ നമ്മൾ മെയിൻ റോഡിലെത്തി കേട്ടോ, ഹൈവേ കരമനയിലെത്തി. ഇനി എൻ്റെ പ്രയത്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കുറേ അധികം റോഡുകൾ ഉള്ളതുകൊണ്ട്, തുരുതുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡുകൾ ഉള്ളതുകൊണ്ട് ഏത് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊരു കടയിൽ കയറി നീലോട്ടന് 2 ഉഴുന്നുവടയും 2 പരിപ്പ് വടയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിലെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പാപ്പനംകോട് മലയൻകീഴ് പോകുന്ന ബസ് പോകാനായിട്ട് ഇവിടെ അല്ലേ നിൽക്കേണ്ടതെന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഓ അതേ അവിടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മലയൻകീഴ് ബസ് കയറിയിട്ട് നേരെ ചൂഴാറ്റുകോട്ട ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് കുറേ അധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു വളവൊക്കെ തിരിഞ്ഞ് നടന്ന് വരണം. ഇവിടെ പിന്നെ വണ്ടി അത്ര പേടിക്കണ്ടെങ്കിലും എന്നാലും ശ്രദ്ധിക്കണം. ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല വണ്ടി തിരക്കുള്ള റോഡാണ്. അപ്പം ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഉണ്ട് ഒരാളവിടെ ഇരിക്കുന്നു, മതിലിൻ്റെ അവിടെ അച്ചമ്മയും കൊച്ചുമോനും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പോകുന്ന മെയിൻ കാറുകളുടെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു മനുഷ്യൻ അവൻ്റെ കളിപ്പാട്ടക്കാറുകളും വെച്ചുകൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതോ അവിടെ ഇരിപ്പുണ്ട് 2 പേരും കൂടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ വെച്ച് കണ്ടത് നീലൂട്ടാൻ മതിലേലിരിക്കുന്നതാണ് കേട്ടോ. മതിലേലിരുത്തിയിട്ട് അമ്മ ഇങ്ങനെ താഴെ നിൽക്കുന്നു പിടിച്ചുകൊണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മ അവിടെ ഇരുത്തിയതായിരിക്കും തറയിൽ. അങ്ങനെ അതാ ഇരിക്കുന്നു. എന്നെ കണ്ടപ്പോഴത്തേന് അന്നമ്മ 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 എന്ന് കിടന്ന് വിളിയോട് വിളിയായിരുന്നു. അന്നമ്മ കാങ് കാങ് കാങ്. അങ്ങ് അവിടല്ലേ ബസ് സ്റ്റോപ്പ്, അങ്ങ് അറ്റം റേഷൻ കടയാണ് അവിടെ. ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇന്നൊരു യാത്രാ ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ല, എങ്ങനത്തെ വീഡിയോ ആയിരിക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്, അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. വീഡിയോ എന്താണെന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും എല്ലാവരോടും, വീഡിയോ കാണുന്ന എല്ലാവരും കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഒരു സ്മൈലിയോ എന്തെങ്കിലും അയച്ചാലും മതി, എനിക്കത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും. എന്താ പറയുക, അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.